ഗോപികൃഷ്ണൻ, ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ആളുകൾ ചേരി വിരിഞ്ഞ് വന്നു തുടങ്ങി. വി.ഡി. സതീശനല്ലാതെ ആരും മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ വരും, അങ്ങനെ ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടും ചില സൂചനകൾ വരുന്നു. അപ്പം നമ്മൾ എന്തായാലും ആ സംഭവത്തിൽ വീഴുന്നില്ല. ഓക്കെ, കാരണം ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ മതിയല്ലോ അല്ലേ? നമ്മളിനി ഒരുപാട് വേണ്ടാത്ത സൂചനകൾ കൊടുത്ത് പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കേണ്ടത്. ഗോപികൃഷ്ണന്റെ ഒരു നിഗമനം എങ്ങനെയാണ്? കാരണം ഈ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഏതാണ്ട് UDF അധികാരത്തിൽ വരും എന്ന രീതിയിൽ ആളുകൾ പൊരുത്തപ്പെട്ടു തുടങ്ങി. ഈ മാധ്യമങ്ങളുടെ പ്രചാരണ പരിപാടിയാണോ അതോ ഓൺലൈൻ മീഡിയകളുടെ കലാപരിപാടിയാണോ? അല്ല, SK, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ഏതാണ്ട് ആ ഒരു ജനവിധിയോട് അല്ലെങ്കിൽ അത് വരും എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് മുന്നണികളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഏതാണ്ട് അതേ ജനവിധി തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ്. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോളുകൾ ആവണമെന്ന് നിർബന്ധമില്ല. അതേസമയം തന്നെ വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളിൽ മഹാഭൂരിപക്ഷവും UDFന്റെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കുകയാണ്. അതിനിടയിൽ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, ഒരു തൂക്ക് സഭയ്ക്കുള്ള സാധ്യത കേരളത്തിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി അങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ളതാണ്. 0 മുതൽ 13 സീറ്റ് വരെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന അതുണ്ട്, ചരിത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത BJPക്ക് അങ്ങനെ 13 സീറ്റ് വരെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നൊക്കെ തോന്നിപ്പിക്കും വിധമുള്ള ചില പ്രവചനങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ UDF ഭരണ മാറ്റം, അതിൻ്റെ UDF വരികയാണെങ്കിലും അതല്ല ഇടതുമുന്നണിക്ക് ഒരു ഭരണ തുടർച്ചയാണെങ്കിലും കേരളത്തിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. UDFന് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് ഒരു അധികാര വടംവലി നടക്കും. അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി മാത്രമായിരിക്കില്ല. കൂടുതൽ സീറ്റുകൾ നേടുന്ന മുസ്ലിം ലീഗിന്റെ ആ മുന്നണിക്കകത്തെ അവരുടെ ശക്തി എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കാൻ പോകുന്നത്, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം P.K. കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടുമോ എന്നുള്ളതാണ്. ഇനി ഇടതുമുന്നണി പ്രതിപക്ഷത്തേക്ക് പോവുകയാണെങ്കിൽ സമ്മർദ്ദം ലീഗ് ചെലുത്തില്ല എന്ന് അവർ പറയുമ്പോഴും പല ആളുകളും രാഷ്ട്രീയ ഉപശാലാവൃത്തങ്ങളിൽ പറയുന്നു മുസ്ലിം ലീഗ് ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും. വളരെ വലിയ സാധ്യതയുണ്ട് ലീഗിനെ സംബന്ധിച്ച്. കാരണം 27 സീറ്റുകളിൽ അവർ മത്സരിക്കുമ്പോൾ 23 സീറ്റാണ് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ക്ലെയിം വെക്കാൻ കഴിയും. അതിലൊന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി ആക്കണമെന്നതായിരിക്കും. ലീഗിനകത്ത് അങ്ങനെ അനൌദ്യോഗികമായ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇനി SK, മറ്റൊരു കാര്യം, ഇനി UDF തിരിച്ചു വരികയാണെങ്കിലും ഇടത് പക്ഷത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM-ന് ആരായിരിക്കും, ഇടതുമുന്നണി ആരായിരിക്കും പ്രതിപക്ഷത്ത് നിന്ന് നയിക്കാൻ പോകുന്നത്? CPM എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? CPIM കേരളത്തിൽ നിന്ന് ഇടതുമുന്നണി ഭരണത്തിൽ നിന്ന് പുറത്താകുമ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും CPM നേതൃത്വം കൊടുക്കുന്ന, ഇടത് കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരിക്കുന്ന സംസ്ഥാനം ഇല്ല എന്നൊരു അപൂർവമായ സ്ഥിതിവിശേഷം കൂടി വരുന്നു. അങ്ങനെ കേരള പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ജനവിധിയാണ് വരാനിരിക്കുന്നത്. നമുക്കും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.